إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനും സർവലോക നിയന്താവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യന്മാരാരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ഓരോരുത്തർക്കും വിവിധങ്ങളായ പ്രശ്നങ്ങളായിരിക്കും, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മാനസികമായി നമ്മൾ ഒരൽപ്പം പ്രയാസപ്പെടാറുണ്ട്, ടെൻഷൻ അടിക്കാറുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആ ടെൻഷൻ അമിതമാകാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, പക്ഷെ അത് അമിതമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടെൻഷൻ അമിതമായി കഴിഞ്ഞാൽ എന്താ വിഷയം? ജീവിതത്തിൽ വലിയ രീതിയിൽ സമാധാനം നഷ്ടപ്പെടും, ജീവിതം ഏറെ ദുസ്സഹമായി തീരും. ഒരുപക്ഷെ മനസ്സിൻ്റെ ആ കൃത്യമായ താളക്രമം തന്നെ തെറ്റിയെന്ന് വരും. അതിലുപരി മനുഷ്യന്റെ ജീവന് തന്നെ അമിതമായ ടെൻഷൻ ഭീഷണിയായി ഉയരുകയും ചെയ്തേക്കാം.
അതുകൊണ്ട് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ടെൻഷൻ, ആ ടെൻഷൻ ഉയരാതിരിക്കാൻ, അത് അനിയന്ത്രിതമായി മാറാതിരിക്കാൻ, അമിതമായി തീരാതിരിക്കാൻ നമ്മൾ നല്ലോണം കരുതണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ, അതിൻ്റെ താളക്രമം തന്നെ നഷ്ടപ്പെട്ട് പോയേക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്താ പ്രിയമുള്ളവരെ, നമുക്ക് ടെൻഷൻ നിയന്ത്രിക്കാനുള്ള മാർഗം എന്താ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും. ടെൻഷൻ അമിതമായി ഉയരാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ പരമാവധി ആ ടെൻഷൻ അമിതമായി ഉയരുന്ന ആ ഒരു പ്രവണത അത് സംഭവിക്കാതെ നമുക്ക് ആ പ്രതിസന്ധികളെ നല്ല രീതിയിൽ തരണം ചെയ്യാനും കൂടുതൽ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതിന് ചില മാർഗങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തൻ സഹായിക്കുമാറാകട്ടെ. ഒന്ന്, അമിതമായ ടെൻഷനിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് ഒന്നാമതായി ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യം, ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതായി നമ്മൾ എണ്ണിപ്പഠിച്ചൊരു വിഷയമുണ്ട്. ഏതാണ് ആ വിഷയം? അൻ തുഅ്മിന ബിൽ ഖദർ, അല്ലേ? അൻ തുഅ്മിന ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ എന്ത് എനിക്ക് നേരിടേണ്ടി വരുന്നതും എൻ്റെ റബ്ബിന്റെ വിധിയാണത്, എൻ്റെ റബ്ബിന്റെ ഖദറാണത്. അതും ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ റബ്ബ് നിശ്ചയിച്ചതാണത്, എൻ്റെ റബ്ബ് വിധിച്ചതാണത്. അത് ഞാൻ അഭിമുഖീകരിക്കുകയല്ലാതെ നിർവാഹമില്ല എന്ന ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഈമാൻ കാര്യങ്ങളിൽ ആറാമതായി നമ്മൾ എണ്ണിപ്പഠിച്ച ഖൈറാകട്ടെ ഷർറാകട്ടെ എന്തോ ആവട്ടെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാതും എൻ്റെ റബ്ബിന്റെ വിധിയാണത്, അവന്റെ ഖളാഇന്റെ അടിസ്ഥാനത്തിലുള്ളതാണത്. അതുകൊണ്ട് ഞാനിവിടെ കടന്നിട്ട് ബേജാറായിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ കയർ പൊട്ടിച്ച് ഓടിയിട്ട് കാര്യമില്ല. ആ ഒരു രീതിയിൽ അള്ളാഹുവിന്റെ വിധിയിൽ അടിയുറച്ച വിശ്വാസം, ഈ പറയപ്പെട്ട ഈമാൻ കാര്യങ്ങളിലെ ആറാമത്തെ ഈ വിഷയം, അത് എത്ര കണ്ട് മനസ്സിൽ ആഴത്തിൽ വേരുറക്കുന്നുവോ അത്ര കണ്ട് മനസ്സ് ഫ്രീ ആവും. പിന്നെ പ്രതിസന്ധികളൊന്നും നമുക്ക് വലിയ പ്രശ്നമായി തീരില്ല, നമുക്ക് ഉറക്കം നഷ്ടപ്പെടില്ല, നമുക്ക് അസ്വസ്ഥതയുണ്ടാവില്ല. എൻ്റെ റബ്ബിന്റെ തീരുമാനമാണിത്. നിങ്ങൾ നോക്കി, ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഈ കൊയിലാണ്ടിയിലെ മസ്ജിദുൽ ഇർഷാദിലെ ഈ മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുക, അല്ലെങ്കിൽ ഈ ഖുത്ബയിൽ പങ്കെടുക്കുക എന്നത് അള്ളാഹു നമ്മുടെ കാര്യത്തിൽ തീരുമാനിച്ചതാണ്. എപ്പോ? ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുൻപേ അള്ളാഹു വിധിച്ച് അത് എഴുതപ്പെട്ട് മഷി ഉണങ്ങിയ കാര്യമാണിത്. 50,000 വർഷങ്ങൾക്ക് മുൻപ്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പേ റബ്ബ് നിജപ്പെടുത്തിയ വിഷയമാണ് ഇന്നിപ്പോ നടക്കുന്നത്. ഒരു മനുഷ്യന് അള്ളാഹു 60 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ 60 വയസ്സിനിടക്ക് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ അവന് നേരിടേണ്ടി വന്നാലും അത് എൻ്റെ റബ്ബിന്റെ വിധിയാണത്, എൻ്റെ റബ്ബിന്റെ തീരുമാനമാണത്. അതിനെ ഞാൻ ആ ഒരു രീതിയിൽ നേരിടേണ്ടതുണ്ട് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ, ആ ഒരു വിശ്വാസം ആ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വേരുറച്ചാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയി. പിന്നെ ആ ടെൻഷൻ ഹൈപ്പർ ടെൻഷനായി അത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല.
രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ അസ്സബ്റു ഇൻദൽ മസായിബ് എന്നുള്ളതാണ്. പ്രശ്നങ്ങളിൽ അമിതമായ രീതിയിലുള്ള ടെൻഷനിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് സഹായകമായ രണ്ടാമത്തെ കാര്യം അസ്സബ്റു ഇൻദൽ മസായിബ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? എത്രത്തോളം നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ വീടിനകത്ത് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലേ? എങ്ങനെ വൈകുന്നേരം ആയി ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിൽ പോയാ അവിടെ എത്തിയ ഓളം എന്തെങ്കിലും പറയും, അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ടും പറയും, അതിന് മറുപടിയോളം ഇങ്ങോട്ടും പറയും, പിന്നെ ആകെ വഴക്കായി വെക്കാണ്, ആകെ സമാധാനക്കേടായി. എങ്ങനെ വീട്ടിൽ പോവാന്നാണ് വൈകുന്നേരം ആകുമ്പോൾ പലരും ചിന്തിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. അവൾ എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ അതിനേക്കാൾ മോശമായ രീതിയിലോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പോലും ഞാൻ പ്രതികരിക്കില്ല, ഞാൻ ക്ഷമിക്കും എന്നൊരു മനസ്ഥിതി, ഒരു സമീപനം സ്വീകരിച്ചു നോക്കൂ. ഒരുപാട് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാവാതെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതാണ് രണ്ടാമത്തെ വിഷയം, അസ്സബ്റു ഇൻദൽ മസായിബ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിന് ഒരു സമാധാനം നൽകും. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വസ്ബിർ അലാ മാ അസാബക്. നിന്നെ ബാധിക്കുന്ന എന്ത് വിഷയത്തിലും നീ ക്ഷമിച്ചളാ, നീ ക്ഷമ കൈകൊള്ളുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. തീർച്ചയായും ക്ഷമ എന്നത് ദൃഢചിത്തമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലേ? ഈ പറയുന്ന ഞാനാകട്ടെ ആരാകട്ടെ ഈ ക്ഷമയെക്കുറിച്ച് വലിയ ശബ്ദത്തിൽ വഴു പറയുക എന്നതല്ലാതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയാറില്ല. അള്ളാഹു കരുത്തു നൽകുമാറാകട്ടെ. നല്ല ഈമാമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഇന്നേ വരെ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നത് കൺമുൻപിൽ കാണുമ്പോ, അല്ലെങ്കിൽ കത്തിയെരിഞ്ഞ് നശിക്കുന്നത് കൺമുൻപിൽ കാണുമ്പോ അല്ലേ, മനസ്സ് പൊട്ടി, ഹൃദയം പൊട്ടി പലരും വീണുപോകും. പടച്ചവനെ എന്ന ആ വിളിയോടുകൂടി. അങ്ങനെ പലതും നമ്മൾ കാണാറുണ്ട്. പലതും തകർന്ന് ഒക്കെ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ വലിയ ഭൂകമ്പങ്ങളോ പ്രളയങ്ങളോ അല്ലെങ്കിൽ തീ കത്തിയോ ഒക്കെ നശിക്കുന്ന അവസ്ഥകൾ. നമ്മളെന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കുക അല്ലേ? ചിലരെന്ത് ചെയ്യും? ആ അപകടത്തിലേക്ക് എടുത്തിയാടും. ഇനി ഞാനെന്തിനാ ജീവിക്കുന്നത് എന്നാ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട്. അല്ല, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എനിക്ക് ക്ഷമിച്ചേ മതിയാവൂ, ഞാൻ ക്ഷമിച്ചേ മതിയാവൂ എന്ന ആ ദൃഢനിശ്ചയത്തോടെ അവൻ ആ പ്രതിസന്ധിയെ നേരിട്ടാലോ അവൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ അല്ലേ, ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി തരാൻ കഴിവുണ്ടാർക്ക്? റബ്ബ് സുബ്ഹാനഹു വ തആലക്ക്. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ വേഗം ഇവിടുന്ന് അങ്ങോട്ട് പോവുക അല്ലേ. ഞാൻ ഇനി എന്തിനും ജീവിക്കണമെന്ന ആ ഒരു ഭീരുത്വത്തിന്റെ സമീപനം സ്വീകരിക്കാതെ, ആത്മഹത്യയിലേക്ക് എടുത്തു ചാടാതെ, ജീവൻ നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിൽക്കാൻ നമുക്കാവണം. അസ്സബ്റു ഇൻദൽ മസായിബ്. ക്ഷമിക്കുന്നവർക്ക് എന്തുണ്ട്? ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലേ? മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്? എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് സമ്പത്ത്, ഒരുപാട് മക്കള്, ഒരുപാട് ജീവിത വിഭവങ്ങള്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലേ, അദ്ദേഹത്തിന്റെ തൊലിക്ക് ഒരു രോഗം ബാധിക്കുകയാണ്. ആളുകളൊക്കെ വെറുക്കുന്ന, അറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രോഗം. ആളുകളൊക്കെ വിട്ടൊഴിഞ്ഞു, കുടുംബങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു, മക്കളൊക്കെ മരിച്ചു വീണു.
സമ്പത്ത് നശിച്ചു, ഇനി ഞാനെന്തിനും ജീവിക്കണം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം അക്ഷമ കാണിക്കാതെ പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. പടച്ചവനെ, എനിക്കിതാ വലിയൊരു ദുരിതം ബാധിച്ചിരിക്കുന്നു. നീയാണ് ഏറെ കരുണ കാണിക്കുന്നവൻ, എന്നോട് നീ കരുണ കാണിക്കണേ റബ്ബേ. അല്ലേ, അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ത് ചെയ്തില്ല, വഴിമാറിപ്പോയില്ല. തന്റെ മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മുൻഗാമികളായ പ്രവാചകന്മാരെയോ മറ്റു മഹത്തുക്കളെയോ ആരെയും വിളിച്ചില്ല. എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നം വന്നാലും അല്ലാ എന്ന ആ വിളി. യൂദുബിന്റെ അസുഖം മാറി, അല്ലേ, മക്കളെ പിന്നെ ഒരുപാട് അള്ളാഹു നൽകി, ജീവിത വിഭവങ്ങൾ ഒരുപാട് നൽകി, സമ്പത്ത് ഒരുപാട് നൽകി. അങ്ങനെയാണ്. ക്ഷമിച്ചാൽ ഇരട്ടിയാണ് പ്രതിഫലം. ക്ഷമിക്കാനുള്ള കരുത്ത് അതാദ്യം വേണം. അത് കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ക്ഷമയെക്കുറിച്ച് വലിയ വായിൽ പ്രസംഗിക്കാനും വാള് പറയാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷെ ആ ഒരു ഗുണം അത് നേടിയെടുക്കാൻ നല്ല ഈമാനികമായ നല്ല കരുത്തുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വിഷയമാണിത്. നമ്മൾ എത്രത്തോളം അക്ഷമനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മൂക്കിന്റെ ഈ മുന്നിലൂടെ ഒരാളുടെ വിരലൊന്ന് ചലിച്ചാ മതി, നമ്മൾ പിന്നെ അയാളെ പുറത്തു കൂടെ എത്ര അടി അടിച്ചു എന്ന് പിന്നെ നോക്കണ്ടുള്ളൂ. അത്ര പോലും നമ്മൾ അക്ഷമരാണ്. അപ്പൊ ആ ഒരു സ്വഭാവം വെടിഞ്ഞ് എന്ത് പ്രതിസന്ധി വന്നാലും ഇത് എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്, ഞാൻ ക്ഷമിച്ചേ മതിയാവൂ, ക്ഷമിച്ചു നിന്നാ പകരം പടച്ചോൻ ഇനി അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കൂടുതൽ തരുമെന്ന വിശ്വാസത്തോടെ നിന്നാൽ മനസ്സ് ഫ്രീ ആയി. എന്തൊക്കെ നശിച്ചു പോയാലും എന്തൊക്കെ തകർന്നു വീഴുന്നത് കണ്ടാലും ക്ഷമിക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ മനസ്സിനുള്ള സമാധാനം ആര് തരും? റബ്ബ് തരും. മനസ്സ് ഫ്രീ ആവും. പിന്നെ ആ ടെൻഷൻ, ഹൈപ്പർ ടെൻഷനോ ആ നിലക്കുള്ള വലിയ പ്രതിസന്ധികളിലേക്കൊന്നും നീങ്ങാതെ സമാധാന ചിത്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാല്, ടെൻഷൻ അമിതമായി തീരാതിരിക്കാൻ ഉപകരിക്കുന്ന മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലേക്ക് നോക്കാൻ, കണ്ണു തുറന്ന് നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അല്ലാഹു നല്ല ഒരു വീട് തന്നു. പലപ്പോഴും പല ആളുകളും അതിൽ തൃപ്തരായിക്കൊള്ളണമെന്നില്ല. പോരാ, സൗകര്യം പോരാ, അല്ലെങ്കിൽ മൊഞ്ചു പോരാ, അല്ലെങ്കിൽ ആധുനികമായ രീതിയിലുള്ള ഒരു സ്റ്റൈലിഷ് ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാ കൂട്ടുകാരെ, നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ? വിശ്വാസികളായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ഒരു കൊച്ചു വീടിന് പകരം എനിക്കിപ്പോ ഒരു കൊച്ചു വീടുണ്ട്, വലിയ മൊഞ്ചൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതുപോലും ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ അറിവില്, നമ്മുടെ ചുറ്റുപാടില്. അല്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ അവനവന്റെ മക്കളെ വെയിലും മഴയും മഞ്ഞും ഒന്നുമേൽക്കാതെ സുരക്ഷിതമായി സമാധാനത്തോടെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു കൂരയിൽ എന്താണോ ഉള്ളത് അത് തിന്നും കുടിച്ച് ഒരു ഭാഗത്ത് കിടന്നുറങ്ങാൻ. അല്ലേ? നാളെ ആരും വാടക ചോദിക്കാതെ വരാത്തൊരവസ്ഥയിൽ, വാടക ചോദിച്ച് ബുദ്ധിമുട്ടിക്കാത്ത അവസ്ഥയിൽ സ്വന്തമായി സ്വതന്ത്രമായി ഒരു കൊച്ചു വീട് അതുപോലും ഇല്ലാത്ത എത്ര മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വന്തമായൊരു ഭവനം, അവനവന്റെ കുടുംബങ്ങളെ സമാധാനത്തോടെ ഇസ്സത്തോടെ സംരക്ഷിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വലിയ തൗഫീഖാണത്. അപ്പൊ അതില്ലാത്ത മനുഷ്യന്മാരെ കാണുമ്പോഴാണ് എൻ്റെ വീട് റബ്ബേ എത്ര സ്വർഗാണ് എന്ന് നമുക്ക് തിരിച്ചറിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും എന്താണ്, എൻ്റെ വീട് പോരാ, ഒരു ഇടുങ്ങിയതാണ്, വിശാലതല്ല, കുടുസാണ് എന്ന ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അല്ലേ, കണ്ണിനെന്തോ കാഴ്ച ചെറുതായി ഒന്നിങ്ങനെ നഷ്ടപ്പെട്ടു വരുമ്പോൾ നമ്മൾ ബേജാറാവുകയാണ്, പേടിച്ച് നമ്മൾ അല്ലേ കണ്ണാശുപത്രികളിലേക്ക് ഓടുകയാണ്, ചികിത്സിക്കണം.
പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ അവനവന്റെ മക്കളെ പോലും, എന്തിന്, അവനവനെ പ്രസവിച്ച ഉമ്മയെപ്പോലും ഒരു തവണ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ ജന്മനാ അന്ധത ബാധിച്ച എത്ര മനുഷ്യന്മാരുണ്ട് കൂട്ടരെ. അവർ ഈ ലോകം എന്താന്ന് കണ്ടുക്കണോ? ഈ ലോകം എന്താന്ന് അവർക്ക് അറിയോ? അല്ലേ? നമ്മുടെ ഒരു കണ്ണിന് ചെറിയൊരു രീതിയിൽ കാഴ്ചശക്തി കുറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങട്ടാ. പടച്ചോനെ, ഒന്നുമില്ലാത്ത, കാഴ്ചശക്തി ഒരു നിലക്കും ഇല്ലാത്ത എത്ര മനുഷ്യന്മാർ. അവരപേക്ഷിച്ച് നീ എനിക്ക് തന്ന ഈ നിഅമത്ത് എത്രമാത്രം വലുതാ. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിന്റെ വില, അതിന്റെ വാല്യൂ അത് എത്രമാത്രം വലുതാണെന്ന് അപ്പോഴേ നമുക്ക് ബോധ്യമാവുള്ളൂ. നമുക്ക് നമ്മുടെ കുടുംബസമേതം നമ്മൾ ആഗ്രഹിക്കുന്ന എവിടേക്കും സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഒരു 4 ചക്ര വാഹനം, 4 വീൽ ഉണ്ടെങ്കിൽ, അങ്ങനെയൊന്നും ഇല്ലാത്ത എത്രയോ കുടുംബങ്ങളില്ലേ? ഇല്ലേ? നമ്മൾ ആലോചിക്കണ്ടേ? അതുകൊണ്ട് റസൂൽ പറഞ്ഞത് മനുഷ്യരെ, നിങ്ങളെക്കാൾ ജീവിത വിഭവങ്ങളിൽ കുറഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കിയും, നിങ്ങളെക്കാൾ ജീവിത നിലവാരം ഉയർന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കല്ലേ. അങ്ങനെ നോക്കിയാൽ ഒരു സമാധാനം കിട്ടൂലാതെ, ഒരു സ്വസ്ഥത ഉണ്ടാവൂല. അപ്പുറത്തെ അയൽവാസിയുടെ പേര 1 അല്ല 2 അല്ല 3 ഇരട്ടി അതങ്ങനെ ഉയർന്നു പൊങ്ങുണ്ടാവും. നമ്മൾ ഇവിടെ കിടന്ന് അങ്ങനെ എരിഞ്ഞു അല്ലേ, അല്ലെങ്കിൽ ഉരുകി നമ്മൾ ഇല്ലാതാവുക. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കണത്? നമ്മളെക്കാൾ വിഭവങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കിയെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിലും അങ്ങനെ നോക്കിയാൽ അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന, എന്റെ ഉമ്മത്തെ, അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന്റെ വില അപ്പോഴേ നിങ്ങൾക്ക് ബോധ്യാവുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മുട്ടുണ്ടോ? ബുദ്ധിമുട്ട് ഉണ്ടോ? ഇല്ല അല്ലേ? 3 അല്ല 4 അല്ല, അതിലേറെ തവണ സുഭിക്ഷമായി കഴിക്കാനുള്ള വക ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരു നേരം പോലും വയർ നിറച്ച് കഴിക്കാനില്ലാത്ത എത്ര മക്കൾ ഗസയിലടക്കം നമ്മുടെ സഹോദരന്മാർ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വിശാലമായി ചിന്തിക്കുമ്പോഴാണ് മനസ്സ് ഫ്രീ ആവുള്ളൂ, ടെൻഷൻ അങ്ങോട്ട് നീങ്ങുള്ളൂ. 4ാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചാല്, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും പ്രയാസം ഉണ്ടാണെങ്കിലും ഇതെനിക്ക് പ്രതിഫലം അള്ളാഹു പ്രതിഫലം തരാൻ വേണ്ടി തന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. എനിക്കിപ്പോ ഒരു പനി ബാധിച്ചത്, ഈ ഒരു പനിയിലൂടെ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അതാണ് അടുത്ത മാർഗം. റസൂൽ പറഞ്ഞില്ലേ, മാ മിൻ മുസ്ലിമിൻ മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ അശ്ശൗഖ. ഒരു മുസ്ലിമിന് ബാധിക്കുന്ന മനക്ലേശം മുതൽ ഒരു മുള്ളു തറക്കുകയാണെങ്കിൽ പോലും, ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് പ്രതിഫലാർഹമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അവന്റെ കാല് അവന്റെ ഒരു കല്ലിൽ തട്ടുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യൂല? അവന് വേണ്ടാത്ത പറയില്ല. നമ്മളെ കാല് വഴിയിലുള്ള ഒരു കല്ലിൽ അറിയാതെ തട്ടിയ നമ്മളെന്താ? നമ്മുടെ പ്രതികരണം എന്താ? ആ കല്ല് അവിടെ കൊണ്ടുവന്ന് ഇട്ടവന്റെ വാപ്പാക്കും ഉമ്മാക്കും അതിന്റെ അപ്പുറത്ത് ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നമ്മള് തെറി പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നവും അവനത് പ്രതിഫലാർഹമാണ്, അവനത് പ്രതിഫലമാക്കി മാറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമുക്ക് കഴിയണം. എനിക്കെന്ത് ബാധിക്കുന്നതും അതിലൂടെ എൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന മനസ്ഥിതിയോടെ അതിനെ നേരിട്ടാൽ ആ ഒരു പ്രശ്നമല്ലാതായി മാറും.
ആ ഒരു ബുദ്ധിമുട്ടല്ലാതായി മാറും. പ്രതിഫലം നൽകുന്നു എന്ന് മാത്രമല്ല, ആ പ്രയാസം അവൻ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുക വഴി അവന്റെ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഏതുപോലെ ഒരു മരം, ഒരു വൃക്ഷം അതിന്റെ ഇലയെ പൊഴിക്കുന്നത് പോലെ അവനിൽ നിന്ന് അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ രീതിയിൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനസ്ഥിതി നൽകപ്പെടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. ആറാമത്തെ വിഷയം, ടെൻഷൻ അമിതമാവാതിരിക്കാൻ, ഹൈപ്പർ ടെൻഷനിലേക്കും അതിനുമപ്പുറമുള്ള പ്രയാസകരമായ അവസ്ഥകളിലേക്കും ഒന്നും എത്താതെ സമാധാനത്തോടെ ജീവിക്കാൻ സഹായകമായി തീരുന്ന ആറാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ധാരാളമായി നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലെ, നമ്മൾ പോലും ഒരുപക്ഷെ അറിയാതെ നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ എത്ര തെറ്റുകളാണ് സംഭവിച്ചു പോകുന്നത്. റബ്ബേ പുറത്തു തരണേ, റബ്ബേ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞ് നിരന്തരമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു അവരുടെ മനസ്സുകൾക്ക് വികാസം നൽകും, അവരുടെ മനസ്സുകൾക്ക് തുറവി നൽകും. അവരുടെ മനസ്സിന്റെ ആ സങ്കുചിതമായ അവസ്ഥകളെ മാറ്റി അള്ളാഹു സലാമത്ത് നിറക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ബോധപൂർവം തെറ്റ് ചെയ്യാതെ, അറിഞ്ഞുകൊണ്ട് പടച്ചവനോട് നന്ദി കാണിക്കാതെ, അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന തെറ്റുകൾക്ക് നിരന്തരമായി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക. അസ്തഗ്ഫിറുല്ലാഹ്. മഅസൂമായ റസൂൽ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? സ്വലാത്ത് നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് എപ്പോൾ കേട്ടാലും നമ്മൾ ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ റസൂലിന് ഗുണം ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് വേണ്ടി ഒരാൾ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു ഗുണത്തിന് വേണ്ടി തേടിയാൽ അവൻ അല്ലാഹു 10 ഗുണം കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതിൽ നമ്മൾ ഒരു പിശുക്കം കാണിക്കരുത്. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ഒരു ഗുണത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് 10 ഗുണം ചെയ്യുമെന്ന്. അതാണ് സ്വലാത്തിന്റെ പവർ കേട്ടോ. ഒരു കുട്ടി ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത് കേട്ടു, അതാണ് ഞാൻ പ്രത്യേകം അതെടുത്ത് പറയാൻ കാരണം. അങ്ങനെ പറയണം. ശരി, അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, അവസാനത്തെ വിഷയം ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അമിതമാകാതെ, അനിയന്ത്രിതമാകാതെ സമാധാനചിത്തമായ ജീവിതം നയിക്കാൻ സഹായകമായി നമുക്ക് തീരുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന എന്നുള്ളതാണ്. ചിലർക്കൊക്കെ എന്തോരം മടിയാന്നറിയോ പ്രാർത്ഥിക്കാൻ. സഹോദരന്മാരെ, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെയുള്ള സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറെ ഉപകരിക്കുന്ന സമയങ്ങളിൽ ഒന്നാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് തേടുക, നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരോട് പറയുക, മനസ്സ് തുറന്ന് പറയുക. ഒരൽപ്പം സമയം ആ മുസല്ലയിൽ തന്നെ, അഥവാ നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ മഖാമം. അങ്ങനെ ഉയർത്തുന്ന കൈകൾ, ആ കൈകളെ വെറും കൈയോടെ മടക്കാൻ അല്ലാഹു മടിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെന്തിനാ മടി? നമുക്ക് എത്ര ചോദിക്കാനുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. തരുന്നവനാരാ? അള്ളയല്ലേ. അവന്റെ ഖജനാവ് വിശാലവുമാണ്. പിന്നെ നമ്മൾ എന്തിന് അതിൽ പിശുക്ക് വരുത്തണം? നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇത്തരം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ, അസ്മാഉ വസ്സിഫാത്ത്, അത് എടുത്തു പറഞ്ഞുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും, ഒരുപാട് സമാധാനം തരും. ആ ടെൻഷനും ആ പ്രയാസകരമായ അവസ്ഥയൊക്കെ അള്ളാഹു നീക്കിത്തരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മാർഗം കൂടി പറഞ്ഞിരുന്നു, അത് അൽ ഇസ്തിഷാർ എന്നുള്ളതാണ്. എന്താ ഇസ്തിഷാർ? ഇസ്തിഷാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, അത് നമ്മളിങ്ങനെ ആരോടും പറയാതെയും പങ്കുവെക്കാതെയും നമ്മളതിങ്ങനെ തലയിൽ വലിയൊരു ബോംബായി അവസാനം അത് പൊട്ടി വീഴുന്നത് വരെ നമ്മൾ കൊണ്ടെടുക്കുക. ചില മനുഷ്യന്മാരൊക്കെ മരിച്ച് തീരുമ്പോഴാണ് നമ്മൾ അറിയുക, പടച്ചോനെ അയാൾ ഇത്രയും വലിയ ടെൻഷനും പ്രശ്നമൊക്കെ കൊണ്ട് നടന്നിരുന്ന ആളായിരുന്നോ എന്നുള്ളത്. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനല്ല. അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? വശാവിറുഹും ഫിൽ അംർ, വശാവിറുഹും ഫിൽ അംർ അംറുഹും ശൂറാ ബൈനഹും. നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മൾ ആരോടും പറയില്ല എന്ന് വെച്ച് നമ്മൾ നാട്ടുകാരോട് മുഴുവൻ നമ്മുടെ പ്രാരാബ്ദം പറഞ്ഞെടുക്കുക എന്നുള്ളതല്ല കേട്ടോ. നമ്മുടെ പ്രശ്നം പറയേണ്ടത് എല്ലാവരോടും അല്ല. പിന്നെ ആരോടാ? നമുക്ക് നല്ല വിശ്വാസമുള്ള, നമ്മോട് നല്ല മനസ്ഥിതി വെച്ച് പുലർത്തുന്ന നല്ല മനുഷ്യന്മാരോടായിരിക്കണം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ പറയേണ്ടത്. ഇല്ലെങ്കിൽ നമുക്കത് വിനയായി മാറിയേക്കാം. എങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്? നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്കൊരു പ്രതിസന്ധിയുണ്ട്, നമ്മോട് ഏറ്റവും നല്ല മനസ്ഥിതി വെച്ച് പുലർത്തുന്ന, നമ്മെ തക്കം കിട്ടിയാൽ പാരവെക്കാത്ത നല്ല മനസ്സുള്ള നല്ല കൂട്ടുകാർ, നല്ല ചങ്ങാതിമാർ, നമ്മളോട് ഗുണകാംക്ഷ നിർഭരമായ മനസ്ഥിതിയോടുകൂടി വർത്തിക്കുന്ന ആളുകൾ, അവരോട് പറയാം, എടാ എനിക്ക് ഇന്നെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എടി എനിക്ക് ഇന്നെ പ്രശ്നങ്ങളുണ്ട്, എന്താ ചെയ്യുക? ഒരു തുറവി ആര് കാണിച്ചു തരും? മലിക്കുൽ ജബ്ബാറായ അള്ളാഹു കാണിച്ചു തരും. അപ്പം നമ്മളതിങ്ങനെ കൊണ്ടു നടന്ന് അതിന് അവസാനം തലയിൽ കടന്ന് പൊട്ടുമ്പോഴാണ് നമ്മൾ മക്കളവരൊക്കെ അറിയുക. അപ്പോഴൊക്കെ അത് പരിഹരിക്കേണ്ട സമയവും ചുറ്റുപാടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് വേണ്ട. അങ്ങനെയൊന്നും ടെൻഷൻ അടിച്ച് ജീവിതം തള്ളി നീക്കേണ്ട ആളുകളല്ല മുസ്ലിമീങ്ങളായ നമ്മൾ. നമുക്ക് ഈ പറയപ്പെട്ട മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നല്ല നിലയിൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അർഹമുർ-റഹീമീനായ റബ്ബ് ദൂരീകരിച്ച് സമാധാനവും സന്തുഷ്ടതയും നിറഞ്ഞ ജീവിതം നമുക്കെല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്നലെ വോട്ട് കഴിഞ്ഞ് മടങ്ങവേ പാലക്കാട് പറളി സ്വദേശിനി, നമ്മുടെ ഒരു സഹോദരിയാണ്, നമ്മുടെ ഒരു പ്രവർത്തകയാണ്. MGMന്റെ മുസ്ലിം ഗേൾസ് മൂവ്മെൻറ്റിൻ്റെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി നാജിയ അബ്ദുൽ ലത്തീഫ്, ചെറിയ പ്രായക്കാരിയാണ്. വോട്ട് കഴിഞ്ഞ് മടങ്ങവേ പാലക്കാട് പറളിയിൽ വെച്ച് മരണപ്പെട്ടു എന്ന് വാർത്തയാണ് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും അല്ലാഹു ക്ഷമയും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട്
മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാദിൽ ഹാജാത്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.